അയ്യാ വണക്കം. കേരളമല്ല, തമിഴ്നാടല്ല, ആസാമല്ല, BJP പ്രവർത്തകർ പടക്കം പൊട്ടിച്ചാഘോഷിക്കാൻ പോകുന്നത് ബംഗാൾ എന്ന് പറയുന്ന ബംഗാൾ, നമ്മുടെ വെസ്റ്റ് ബംഗാൾ പിടിക്കുമ്പോഴായിരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പല ആൾക്കാരും പറയുന്നുണ്ട് കേരളം പിടിച്ചു കാണിക്കടാന്ന്. ഞാനൊരു കാര്യം പറയാം. ആദ്യം ഒരു സദ്യക്ക് ഇലയിട്ട് കഴിഞ്ഞാൽ ആദ്യം എന്ത് വരും? ചോറ് വരും. അത് കഴിഞ്ഞ് പരിപ്പ് വരും. അത് കഴിഞ്ഞ് വീണ്ടും ചോറ് വരും. പിന്നെ എന്ത് വരും? സാമ്പാർ വരും. ഈ തിരുവനന്തപുരത്തൊക്കെ അങ്ങനെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും? പിന്നെ പായസം വരും. പായസം വന്നു കഴിഞ്ഞ് ഒന്നുകൂടെ ചോറ് വരും. ആ ഒന്നുകൂടെ ചോറ് വരുന്ന സെറ്റപ്പാണ് ഈ ബംഗാൾ എന്ന് പറയുന്നത്. ഈ ചോറും കൂടെ എടുത്ത് തിന്ന് ഒരു ഏമ്പക്കവും വിട്ടിട്ട് ഇല ഇങ്ങനെ മടക്കിയിട്ട് ഇടിച്ചു പോകാൻ നേരത്ത് സൈഡിൽ കുറച്ച് നാരങ്ങ അച്ചാറ, ഇഞ്ചി അച്ചാറ കാണും. ആ ഇഞ്ചി അച്ചാറോ നാരങ്ങ അച്ചാറോ ആണ് നരേന്ദ്രമോദി അമിത്ഷായെ സംബന്ധിച്ച് കേരളം എന്ന് പറയുന്നത്. ജസ്റ്റ് ഇങ്ങനെ എടുത്ത് ഒരു നക്കാനുള്ള കേസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ബംഗാളൊക്കെ പിടിക്കട്ടെ. ഇതൊക്കെ അവസാനത്തെ കാര്യമാണ്. കാരണം ബംഗാൾ പിടിക്കേണ്ടത് രാജ്യസുരക്ഷയ്ക്ക് തന്നെ വലിയൊരു സെറ്റപ്പാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയില്ല. കാരണം ബംഗ്ലാദേശിൻ്റെ അതിർത്തി ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. നമുക്കറിയാം, ബംഗ്ലാദേശിൻ്റെ ഇലക്ഷൻ നടന്നപ്പോൾ ബംഗ്ലാദേശിൻ്റെ അതിർത്തി മുഴുവൻ ജയിച്ചിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് തീവ്ര വർഗീയമായിട്ടുള്ള ഒരു സംഘടനയാണ്. ഹിന്ദുക്കളെ കൊന്നൊടുക്കണമെന്ന് വിചാരിക്കുന്ന ഒരു സംഘടനയാണ്. ഈ സംഘടന മൊത്തം പച്ചയടിച്ച് കിടക്കുകയാണ്. അവന്മാർക്ക് ഏത് നിമിഷം വേണമെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കയറി വരാം. അതുകൊണ്ട് തന്നെ ബംഗാൾ പിടിക്കേണ്ടത് BJPയുടെ ചിരകാല അഭിലാഷങ്ങളിൽ ഒന്നാണ്. എന്തായിരുന്നാലും എനിക്ക് ഒരു കാര്യത്തിൽ നിമ്മതിയുണ്ട്. ആ കാര്യം വേറൊന്നുമില്ല. അതായത് 4-ാം തീയതി BJP എങ്ങാനും ബംഗാളിൽ അധികാരത്തിൽ കയറിക്കഴിഞ്ഞാൽ ഇതുവരെ യവന്മാർ ബംഗാളിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതായത് യവന്മാരുടെ ഇന്ത്യയിലെ ഏറ്റവും കൂതറ സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തർപ്രദേശും ബീഹാറൊക്കെ ആയിരുന്നു. ഞാനൊരു കാര്യം പറയാം, ഈ ബംഗാളിലോട്ട് പോയി നോക്കണം. ബംഗാളിൽ എന്ന് പറഞ്ഞാൽ നവീന ശിലായുഗത്തിൽ നിന്ന് ഇതുവരെ അവിടുത്തെ ആൾക്കാർ തിരിച്ചു വന്നിട്ടില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ആ നവീന ശിലായുഗത്തിൽ നിന്ന് ആൾക്കാർ തിരിച്ചു വരാത്ത ആ പ്രദേശങ്ങളെല്ലാം 4-ാം തീയതി BJP അധികാരത്തിൽ കഴിഞ്ഞാൽ 5-ാം തീയതി ബംഗാളിൻ്റെ ചേരികളുടെ പടം, ഈ സഖാക്കന്മാർ ഭരിച്ചു മുടിച്ച മമതാ ബാനർജി ഭരിച്ചു മുടിച്ച ചേരികളുടെ പടമൊക്കെ എടുത്ത് അവന്മാർ സോഷ്യൽ മീഡിയ ഇട്ടിട്ട് പറയും BJP അധികാരത്തിലിരിക്കുന്ന ബംഗാളിൻ്റെ അവസ്ഥ കണ്ടില്ലേടാ എന്ന് പറയും. ഏതെങ്കിലും അപ്പൂപ്പ സൂര്യാഘാതയായിട്ട് തളർന്നിരിക്കുന്ന പടമൊക്കെ എടുത്തിട്ട് പറയും, കണ്ട അപ്പൂപ്പൻ തളർന്നിരിക്കുന്നത് BJP ഭരിക്കുന്നതുകൊണ്ടാണ് അപ്പൂപ്പൻ ഇങ്ങനെ തളർന്നിരിക്കുന്നത്. ഏതെങ്കിലും ഗർഭിണി ഇങ്ങനെ നടുവിന് കുത്തിപ്പിടിച്ച് ഇങ്ങനെ കയ്യിൽ ഒരു കൊത്ത് ഗുളികയും കാണും. ആ ഗുളിക ഇങ്ങനെ താഴോട്ട് വീഴുന്ന ഷോട്ട് എടുത്തിട്ട് ബംഗാളിൽ BJP ഭരിക്കുന്നത് കൊണ്ട് സ്ത്രീകൾക്ക് പ്രസവ ശുശ്രൂഷ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിഭീകരമായിട്ടുള്ള ക്യാമ്പയിൻ ആയിരിക്കും നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം 4-ാം തീയതി BJP ജയിച്ചെന്ന് വെച്ചോ, 5-ാം തീയതി അവിടെ അധികാരത്തിൽ BJP വന്നു എന്ന് വെച്ചോ, 6-ാം തീയതി തൊട്ട് ഇവന്മാർക്ക് അമ്പിളി അമ്മാവനെ പിടിച്ചു കൊടുക്കണം. അതായത് ബംഗാൾ ഇവന്മാർക്ക് ന്യൂയോർക്ക് ആക്കി കാണിച്ചു കൊടുക്കണം. ഇതാണ് ഇവന്മാരെ സെറ്റപ്പ് എന്ന്. ആദ്യം ബംഗാൾ BJP പിടിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്ന അവിടെയുള്ള TMC ഗുണ്ടകളൊക്കെ അടിച്ചു ഉരുട്ടും. രണ്ടാമത്തെ കാര്യം, യവന്മാർ എല്ലാത്തിൻ്റെയും മണ്ടയിൽ ഉണ്ടകയറ്റും. അതാണ് നരേന്ദ്രമോദി അവിടെ വന്ന് പറഞ്ഞു പോയൊരു കാര്യമുണ്ട്. അതായത് ഗുണ്ടകളൊക്കെ അകത്ത് കയറിക്കുമെന്ന്. എന്തായാലും മോദിയുടെ മയൊന്നും അമിത്ഷാ ഇല്ല. അമിത്ഷാ പറഞ്ഞ നിന്നെയൊക്കെ തലകീഴായി കെട്ടിത്തൂക്കും എന്നാണ് അമിത്ഷാ പറയുന്നത്. അജയ് പാൽ ശർമ്മ എന്ന് പറയുന്ന യോഗിയുടെ പുലിക്കുട്ടിയാണ് ബംഗാളിലോട്ട് ഇറക്കി വിട്ടിരിക്കുന്നത്. എന്നിട്ട് അജയ് പാൽ ശർമ്മ നേരെ പോയത് എവിടെയാണെന്ന് അറിയാമോ? ജഹാംഗീർ ഖാൻ്റെ വീട് കാണിച്ചു തരാമെന്ന് ആ ബംഗാൾ പോലീസുകാരോട് പറഞ്ഞു. ആരാണ് ഈ ജഹാംഗീർ ഖാൻ? അവിടെ അവൻ ഇലക്ഷന് നിൽപ്പുണ്ട്, മുർഷിദാബാദിൽ അവിടെ എവിടെ നിൽപ്പുണ്ട്. ഈ ജഹാംഗീർ ഖാനാണ് സന്ദേശ് ഖാലിയിൽ ഹിന്ദു സ്ത്രീകളെ റേപ്പ് ചെയ്ത് കൂട്ടക്കുരുതിക്കിരയാക്കിയ നരാധമൻ എന്ന് പറയുന്നത്. ഇവൻ്റെയൊക്കെ പേര് കേട്ടിട്ടുണ്ട്? ഇല്ല. ഞങ്ങൾക്ക് നരേന്ദ്രമോദി ഗുജറാത്തിൽ ഗർഭിണിയുടെ വയറ്റിൽ ശൂലം കുത്തി ഭ്രൂണം പുറത്തെടുത്ത കഥ മാത്രമേ അറിയാളൂ എന്ന് മാത്രമാണ് ഇവിടെയുള്ള കേരളത്തിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചിരിക്കുന്നത്. ഈ ജഹാംഗീർ ഖാൻ്റെ വീട് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇവന്മാരൊന്നും കാണിച്ചു കൊടുത്തില്ല. ലജ്ജാകരം എന്നാണ് ബംഗാൾ പോലീസ് നോക്കി അജയ് പാൽ ശർമ്മ പറഞ്ഞത്. അതിൻ്റെ ഇടയിൽ TMCയുടെ ഒരുത്തം വന്നിട്ട് അജയ് പാൽ ശർമ്മയെ നോക്കി വെല്ലുവിളിച്ച്. അജയ് പാൽ ശർമ്മയെ നോക്കിയിട്ട് പറഞ്ഞു, നിന്നെ ഞങ്ങൾ എടുത്തോളാം, 4-ാം തീയതി ഇലക്ഷൻ കഴിയട്ടെ, ഞാൻ യോഗി ആദിത്യനാഥിൻ്റെ മൂട്ടി വന്ന് നിന്നെ പൊക്കുമെന്നാണ് പറഞ്ഞത്. അവനെ ഇടിച്ചുരുട്ടി നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന സീന് ബംഗാളിൽ നമുക്ക് കാണാൻ സാധിച്ചു. ഇതിനോടകം തന്നെ ബംഗാളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 79% പോളിംഗ് ആണ്. ഇതിനോട് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ആ സമയത്ത് ബംഗാളിൽ നടന്നിട്ടുള്ളത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പോളിംഗ് നടക്കുന്നു എന്ന് പറയുമ്പോൾ പണ്ടൊന്നും ബംഗാളിൽ ഇങ്ങനെ അല്ലായിരുന്നു. ബംഗാൾ എന്ന് പറഞ്ഞാൽ മമതാ ബാനർജിക്ക് ശക്തിയുള്ള പോളിംഗ് ബൂത്തുകളിൽ മാത്രം പോളിംഗ് നടക്കും. വേറെ ആർക്കെങ്കിലും ശക്തിയുള്ള പോളിംഗ് ബൂത്തുകളിൽ ആരെങ്കിലും വോട്ട് ചെയ്യാൻ വന്നാൽ 2 ബോംബ് ഇടാന്ന് പറയും. 2 ബോംബ് അവിടെ ഇടുമ്പോൾ അവിടെയുള്ള ആൾക്കാരെല്ലാം ബോംബ് പൊട്ടിച്ചാവണേനെ കാട്ടും നല്ലത് പോൾ ചെയ്യാതെ വീട്ടിൽ ഇരിക്കണതാണ് എന്ന് വിചാരിച്ച് അവർ വരില്ല. ഇത്തവണ അമിത്ഷാ കൃത്യമായിട്ട് പറഞ്ഞത്, അമിത്ഷായോട് നമ്മുടെ മമതാ ദീദി വലിയ രീതിയിൽ വെല്ലുവിളിച്ചതാണ് ഇവിടെ കാലുകുത്തല്ലെന്ന്. 27 ദിവസം അവിടെ വന്ന് സ്റ്റേ ചെയ്തു. എന്തിനു പറയുന്നത്? കൊച്ചു പിള്ളേരിരിക്കൂലേ, കൊച്ചു പ്രവർത്തകരിക്കുന്ന ആ വാർ റൂമിൽ പോയി അമിത്ഷാ 2 ദിവസം സ്റ്റേ ചെയ്തു. എന്നിട്ട് അമിത്ഷാ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഇവിടെ തന്നെ കാണും, 4-ാം തീയതി ഇലക്ഷൻ കഴിഞ്ഞാൽ ഇവിടെ തന്നെ കാണും, നീയൊക്കെ എവിടെയെങ്കിലും തല പൊക്കിക്കഴിഞ്ഞാൽ നിന്നെയൊക്കെ തല കീഴായിട്ട് കെട്ടിത്തൂക്കും എന്നാണ് അമിത്ഷാ അവിടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അജയ് പാൽ ശർമ്മ അവിടെ 7 ക്ലസ്റ്ററായിട്ടാണ് ബംഗാളിലെ 2ാമത്തെ ഘട്ടത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ പോളിങ്ങിനെ തരംതിരിച്ചിരിക്കുന്നത്. കാരണം 2ാമത്തെ ഘട്ടമാണ് മമതാ ബാനർജിക്ക് ശക്തിയുള്ള 55 സെൻസിറ്റീവ് മണ്ഡലങ്ങളിൽ പോളിംഗ് നടക്കുന്നത്. മുർഷിദാബാദ് അടക്കമുള്ള, ഭവാനിപൂർ അടക്കമുള്ള. അവിടെ സുവേന്ദു അധികാരിയെ ഇന്ന് ആക്രമിക്കാൻ ശ്രമിച്ചു. ആരാണ് സുവേന്ദു അധികാരി? മമതാ ബാനർജിയുടെ TMCയിൽ ഉണ്ടായതാണ്, ഇപ്പോൾ BJPയുടെ ലീഡറാണ്, BJPയുടെ അവിടുത്തെ അധ്യക്ഷനാണ്. സുവേന്ദു അധികാരി ആക്രമിക്കാൻ വന്നപ്പോൾ അവിടെ കേന്ദ്രസേന അടിച്ച് ഉരുട്ടുന്ന കാഴ്ചയാണ് അവന്മാരെ കാണാൻ സാധിച്ചത്. പക്ഷേ പണ്ടൊന്നും അങ്ങനെ അല്ലായിരുന്നു. കഴിഞ്ഞ ദിവസം സുവേന്ദു സർക്കാർ എന്ന് പറഞ്ഞ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്, അതായത് കഴിഞ്ഞ ഫേസിൽ സുവേന്ദു
സർക്കാരിനെ അവിടെ ആക്രമിക്കാൻ ശ്രമിച്ചു, അവിടെ TMC ഗുണ്ടകൾ. പക്ഷേ ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്താ? ബംഗാളിൽ ആൾക്കൂട്ട ആക്രമണം, അത് BJP-ക്കാരെ അടിച്ചോട്ടിച്ചു എന്നാണ് ഇവിടെയുള്ള കേരളത്തിലെ മലയാളം മാമകൾ റിപ്പോർട്ട് ചെയ്തത്. പിന്നെ അവന്മാരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവന്മാർ ഈ അണ്ടിപ്പരിപ്പും ബദാമൊക്കെ തിന്ന് ജീവിക്കുന്നവന്മാരോട് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ബംഗാളിലെ കാര്യം എന്ന് പറയുന്നത്. ഇത്തവണ അതിഗംഭീരമായിട്ടാണ് പോളിംഗ് നടക്കുന്നത്. ഇത്തവണത്തെ പോളിംഗ് അത് മാത്രമല്ല, ഇത്തവണ വരുന്ന ഡാറ്റകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടി പണ്ടാരം ഉറങ്ങിപ്പോകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരുപാട് എണ്ണത്തിന് അടിച്ചുരുട്ടുന്ന വിഷ്വൽസ് വന്നിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെ ഇടാനായിട്ട് എൻ്റെ കൈ തരികയാണ്. പക്ഷേ യൂട്യൂബ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിച്ച് ഇടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് എനിക്കത് ഇടാൻ പറ്റാത്തത് എന്നുള്ളത് കൊണ്ടാണ് ഞാനത് ഇടാത്തത് എന്ന് വിനീതമായി ഓർമ്മിപ്പിക്കട്ടെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും കൊൽക്കത്തയിലെ പോളിംഗ് സ്റ്റേഷൻ സ്ത്രീകളെ കൊണ്ട് നിറയുകയാണെന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. സ്ത്രീകളാണ് വന്ന് വോട്ട് ചെയ്യുന്നത്. മമതാ ബാനർജിയുടെ നെഞ്ചത്ത് കുത്തുകയാണ് സ്ത്രീകൾ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം അത്രയ്ക്ക് ഭീകരതയാണ് സ്ത്രീകളോട് മമതാ ബാനർജി കാണിച്ചത്. അവിടെ ഒരു സ്ത്രീയുടെ അടുത്ത് ബൈറ്റ് വെച്ചപ്പോൾ ആ സ്ത്രീ പറയുകയാണ്, മമതാ ദീദി നിങ്ങൾക്ക് എന്തെങ്കിലും തന്നോ? മമതാ ദീദി നിങ്ങൾക്ക് ഒന്നേ തന്നുള്ളൂ, നിങ്ങൾ ബലാത്സംഗം ചെയ്യപ്പെടുകയാണെങ്കിൽ 10 ലക്ഷം രൂപ ധനസഹായം തരാമെന്ന് പറഞ്ഞു. അതാണ് നോക്കൂ, ഒരു സ്ത്രീയുടെ അവസ്ഥയാണ്. അപ്പോഴാണ് ഇവിടെയുള്ള കുറേ വേട്ടാവളിയന്മാർ അങ്ങ് ഉത്തർപ്രദേശിലേക്ക് നോക്കൂ, അങ്ങ് ബംഗാളിലേക്ക് നോക്കൂ എന്ന് പറയണം. ആദ്യം അവൻ്റെയൊക്കെ അലവനെ തിരിക്കണം എന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കുള്ളൂ. കാരണം അത്രയ്ക്ക് ഭീകരമാണ് ബംഗാളിലെ അവസ്ഥ എന്ന് പറയുന്നത്. അവിടെ മണിക്കൂർ വെച്ച് ആൾക്കാരെ ഇങ്ങനെ അടിച്ചു ഓട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ബംഗാളിലെ അവസ്ഥ എന്ന് പറയുന്നത്. വോട്ടേഴ്സ് എന്ന കൃത്യമായിട്ട് ലോ ആൻഡ് ഓർഡർ പാലിച്ച് അവിടെ കൃത്യമായിട്ടുള്ള വോട്ടെടുപ്പാണ് നടക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പോരാത്തതിന് ഇത് മാത്രമല്ല, ബംഗാളിൽ നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബംഗാളിൽ ഇത്തവണ രാവിലെ പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ച് BJP-ക്ക് വോട്ട് ചെയ്യാതിരിക്കാൻ BJP-യുടെ ആ ചിഹ്നം ഉണ്ടല്ലോ, അത് മറച്ച് ആ വോട്ടിംഗ് മെഷീൻ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇതാണ് ബംഗാളിൽ നടക്കുന്നത്. ഇതൊന്നും കാണൂല, ഇതൊന്നും നടക്കുന്ന കാര്യങ്ങൾ കാണാതെ നടക്കാത്ത കുറേ കാര്യങ്ങൾ, വോട്ട് ചോരി മറ്റേ ചോരി എന്നൊക്കെ പറഞ്ഞ് എടുത്തുകൊണ്ട് വരും. ഇതാണ് ബംഗാളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ BJP ബംഗാളിൽ ശക്തമായിട്ടുള്ള പോളിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടക്കുന്നത് എന്നുള്ളതാണ്. കൊൽക്കത്ത നോർത്തിൽ 60% പോളിംഗ് കഴിഞ്ഞു, ഹൗറയിൽ 60% പോളിംഗ് കഴിഞ്ഞു, നാദിയയിൽ 61% പോളിംഗ് കഴിഞ്ഞു, പൂർബ ബർബന്ധൻ അവിടെ 60% പോളിംഗ് കഴിഞ്ഞു. ഇവിടെയെല്ലാം 60% പോളിംഗ് കഴിഞ്ഞു. 61% പ്ലസ് വോട്ടിംഗ് ബൈ 1 PM സോ ഫാർ ഓൾ ദ ടോപ്പ് ടേൺ ഔട്ട് ഡിസ്ട്രിക്ട്സ് ആർ ഹിന്ദു മെജോറിറ്റി ഏരിയാസ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ബംഗാളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ബംഗാൾ ഒരു വിപ്ലവത്തിനാണ് അവിടെ തുടക്കം കുറിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ബംഗാളിൽ സകല എണ്ണത്തിനെ അടിച്ചുരുട്ടിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെന്നുള്ളത്. മമതാ ബാനർജി ഓൾറെഡി തന്നെ തോൽവി സമ്മതിച്ചു. അതായത് ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഇനി ഞാൻ ഡൽഹിയിലേക്ക് പോവുകയാണ്, ഈ കേന്ദ്രസേന ഇറക്കിയതൊക്കെ വലിയ അട്ടിമറിയാണ് എന്നാണ് പറഞ്ഞത്. നേരത്തെ SIR എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി പറഞ്ഞ് SIR നിർത്തി വയ്ക്കാൻ പറ്റൂലെന്ന്. കോട്ടൊക്കെ ഇട്ടുകൊണ്ട് പോയതാണ്, വലിയൊരു രാഷ്ട്രീയ പ്രസംഗം നടത്തി. എന്നിട്ട് പറഞ്ഞ് SIR നിർത്തി വയ്ക്കണം, ഇതിൽ വലിയ തിരിമറി നടക്കുന്നുണ്ട്. അപ്പം സുപ്രീം കോടതി മമതാ ബാനർജി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ 7 ജഡ്ജിമാരെ തരാം, ഞങ്ങൾ എന്തായാലും തിരിമറി കാണിക്കില്ലല്ലോ, അവരെ കൊണ്ടുപോയി SIR നടത്തട്ടെ എന്ന് പറഞ്ഞ് ഈ ജഡ്ജിമാരെ കൊടുത്തയച്ചു. ഈ ജഡ്ജിമാരെ മമതാ ബാനർജിയുടെ ടീം അവിടെ ബന്ദികളാക്കി. 7, 8, 9 മണിക്കൂർ കഴിഞ്ഞ ശേഷം കേന്ദ്രസേന അവിടെ ചെന്ന് കഴിഞ്ഞ ശേഷമാണ് ഈ ജഡ്ജിമാരെ മോചിപ്പിച്ചത്. ഇത് കണ്ട് സുപ്രീം കോടതി ഞെട്ടി. സുപ്രീം കോടതിയുടെ മുമ്പിൽ ബംഗാൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പല കാര്യങ്ങളും കൊണ്ടുവന്നപ്പോഴും സുപ്രീം കോടതി എങ്ങനെയാണ് എന്ന് പറഞ്ഞ് അങ്ങ് തഴഞ്ഞതാണ്. ഇപ്പോൾ ജഡ്ജികളെ ബന്ദിയാക്കിയപ്പോൾ സുപ്രീം കോടതി പറയാണ് കേന്ദ്രത്തോട്, വേണമെങ്കിൽ പട്ടാളത്തെ ഇറക്കാം കേട്ടോ ബംഗാളിൽ. അപ്പോൾ കേന്ദ്രം പറഞ്ഞു, ഓ വേണ്ട, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഞങ്ങൾ പറയാണ് പട്ടാളത്തെ ഇറക്കണം എന്ന് പറഞ്ഞാണ് അവിടെ പട്ടാളം വന്ന് ഇറങ്ങുന്നത്. ഇതാണ് ബംഗാളിലെ കഥയെന്ന് പറയുന്നത്. ഇനി ബംഗാളിൻ്റെ പൊന്നുമോനെ നോക്കണ്ട, നിൻ്റെയൊക്കെ നെഞ്ചത്തായിരിക്കും കുത്തുന്നത്. എന്തായാലും 4-ാം തീയതിക്ക് ശേഷം എങ്കിലും ബംഗാളിലെ ഈ ഒരു ദാരിദ്ര്യം അഡ്രസ്സ് ചെയ്യപ്പെടുമല്ലോ, ഇതിലെനിക്കൊരു മനനിമ്മതിയുണ്ട്. നീയൊക്കെ അതിനുശേഷം BJP ഭരിക്കുമ്പോഴെങ്കിലും BJP ഭരിക്കുന്ന ബംഗാൾ ഇങ്ങനെയാണ് എന്ന് പറയാനായിട്ട് അവിടെയുള്ള ചേരികളിലും അവിടെയുള്ള ഓടക്കുഴികളിലും പോയി ഒന്ന് നോക്കുമല്ലോ, അവിടെയുള്ള ജനങ്ങളുടെ അവസ്ഥ ഒന്ന് കാണുമല്ലോ. അതുകൊണ്ട് അതിലെനിക്കൊരു മനനിമ്മതിയുണ്ട്. അപ്പോൾ ശരി.